റിപ്പോർട്ടർ. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് മുതിർന്ന നേതാവ് എ പത്മകുമാറിനെ നീക്കം ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പത്മകുമാറിനെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് റിപ്പോർട്ടറിന് ലഭിച്ചു. പത്മകുമാറിനെതിരെ പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി നടപടിയെടുത്തിട്ടില്ലായെങ്കിലും SIT കുറ്റപത്രം വന്ന ശേഷം തീരുമാനമുണ്ടാകുമെന്ന് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. പ്രവീൺ പുരുഷോത്തമനുടെ വിവരങ്ങളുമായി. പ്രവീൺ, പ്രാദേശികമായി എതിർപ്പുണ്ടോ പത്മകുമാറിനെ നിലനിർത്തുന്നതിൽ? മാധു, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വരികയും അതിനുശേഷം എ പത്മകുമാർ SITയുടെ അറസ്റ്റിലാവുകയും പിന്നീട് ജയിൽവാസമൊക്കെ കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും എ പത്മകുമാറിനെ ഒഴിവാക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നില്ല. അതിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെടട്ടെ, ആ കുറ്റപത്രത്തിൽ പത്മകുമാറിനെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അപ്പോൾ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച CPMന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ്, ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എ പത്മകുമാറിനെ പുറത്താക്കിയിരിക്കുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം റിപ്പോർട്ടർ TVക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 30ലധികം അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എ പത്മകുമാറിന്റെ പേര് റിമൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക വിശദീകരണമോ മറുപടിയോ പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എ പത്മകുമാറിനെതിരെ നടപടി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എ പത്മകുമാറിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാധു, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.